രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. തീജ്വാലയ്ക്കുള്ളിൽ ഞാനിടറിയാലും എന്നെ വഹിക്കുന്ന കർത്തനവൻ. തീജ്വാലയ്ക്കുള്ളിൽ ഞാനിടറിയാലും എന്നെ വഹിക്കുന്ന കർത്തനവൻ. സർവലോകത്തെയും സൃഷ്ടിച്ചവൻ യേശുവെന്ന വലിയ നാമം. സർവലോകത്തെയും സൃഷ്ടിച്ചവൻ യേശുവെന്ന വലിയ നാമം. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു വെളിപ്പെടുത്തലാണ്. ഒരുപക്ഷെ നമ്മൾ ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ആഴത്തിലേക്ക് നമുക്ക് ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ്. ഈശോ ചില കാര്യങ്ങൾ ഇവിടെ പറയുക. വെളിപാടിന്റെ പുസ്തകം 3-ാമത്തെ വചനം പറയുന്നു, ആരെങ്കിലും, അത് ഇന്നവരെന്നില്ല, ആരെങ്കിലും എന്റെ സ്വരം കേട്ട്, കണ്ടോ, എന്റെ സ്വരം കേട്ട്. നമ്മളിൽ ആരൊക്കെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ഇരുന്നു കൊടുത്തിട്ടുണ്ട്? അതുകൊണ്ടാണ് നമുക്ക് ദൈവസ്വരം കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഒത്തിരി വീഴ്ചകളിൽ നമ്മൾ പെട്ടുപോകുന്നത്. ദൈവസ്വരം കേട്ടാല് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വചനപ്രഘോഷകർ വചനം പറയുമ്പോഴേ അത് വചനം ദൈവമാണ്, അത് ശബ്ദം ദൈവത്തിൻ്റെതാണ്, വചനം ദൈവമാണ്. ദൈവസ്വരം കേൾക്കാൻ നമ്മൾ ഇരുന്നു കൊടുത്താൽ നിശ്ചയമായിട്ടും അതിൽ കൂടി അനുഗ്രഹം ലഭിക്കുമെന്നുള്ള തിരുവചനങ്ങളെ ഇപ്പോൾ ഒന്നിനോടൊന്ന് ചേർത്ത് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ആരെന്ന് വ്യത്യാസമില്ല. പാപിയായിരുന്നാലും രോഗിയായിരുന്നാലും കഷ്ടപ്പെടുന്നവനായാലും ഏത് അവസ്ഥയിലായിരുന്നാലും കഥ പറയുകയാണ്, ആരെങ്കിലും എന്റെ സ്വരം കേട്ട്. അപ്പം സ്വരം കേൾക്കണം, ദൈവസ്വരം കേൾക്കണം. വാതിൽ തുറന്നു തന്നാൽ ഹൃദയകവാടമായിരിക്കാം, കണ്ണടയ്ക്കാതെ കണ്ണുകൾ തുറന്ന്, ചെവി അടയ്ക്കാതെ ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുക. ഈ വചനം ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നു, വീണ്ടും പറയാം, ആരെങ്കിലും. അപ്പൊ അവിടെ വ്യത്യാസമില്ല. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു കൊടുക്കണം. ഞാൻ തുറന്നാൽ ഞാൻ അവന്റെ അടുത്ത് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ വേദനകളിലെ, നമ്മുടെ രോഗങ്ങളിലെ, നമ്മുടെ കഷ്ടപ്പാടുകളിലെ, നമ്മുടെ ദുഃഖങ്ങളിലെ, മനോവേദനയില് ഗത്യന്തരമില്ലാതെ എങ്ങോട്ട് പോകണോ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയില് ദൈവസ്വരം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ ദൈവം അകത്ത് പ്രവേശിക്കും. നിന്റെ ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നിന്നോടൊപ്പം ആയിരുന്നു കൊണ്ട് ഭക്ഷിക്കുമെന്ന് വെച്ചാൽ നീ വേദന തിന്നാൻ പോരാ, ആ വേദനകളെ യേശു തമ്പുരാൻ ഏറ്റെടുക്കും എന്ന് വ്യക്തമാക്കുക. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മളൊക്കെ ജീവനോടിരിക്കുന്നവരാണ്.
പക്ഷേ മരിച്ച ലാസറ് കല്ലറയ്ക്കുള്ളിലായിരുന്നു. മരിച്ചു അടക്കം ചെയ്ത് 4-ാമത്തെ ദിവസമാണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ യേശു വന്നിട്ട് ഉറക്കെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ലാസറേ പുറത്തു വരിക. അപ്പം മരിച്ചു 4 ദിവസമായ ലാസർ പുഴുവരിച്ചിട്ടുണ്ട് എന്ന് നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ കല്ലറയ്ക്കുള്ളിൽ ദൈവസ്വരം കേട്ടുകൊണ്ട്, കർത്താവിന്റെ സ്വരം കേട്ടു. കല്ലറയിൽ നിന്ന് ഇതാ മരിച്ച ലാസർ പുറത്തു വന്നു. വലിയൊരു അത്ഭുതമല്ലേ? ലാസറേ നീ പുറത്തു വരാൻ ഈശോ പറഞ്ഞത് അവൻ കേട്ടു, അവൻ അതനുസരിച്ച് പുറത്തു വന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനം പറയുന്നു, വ്യക്തമായിട്ട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. കണ്ടോ, യോഹന്നാന്റെ സുവിശേഷം വ്യക്തമാക്കി ഇവിടെ പറയുകയാണ്, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയാം, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. അങ്ങനെയെങ്കിൽ ലാസർ മരിച്ചതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലാസർ മരിച്ചതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് 4 ദിവസം കഴിഞ്ഞാണ് അവിടെ വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 43-44 വചനം വ്യക്തമാക്കി തരികയാണ്. 5-ാമത്തെ വചനം ഇവിടെ ഇപ്രകാരം പറഞ്ഞു, 5:25, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം, അല്ല വന്നു കഴിഞ്ഞു. നമുക്ക് ജീവൻ ഉണ്ടായിട്ടും ആ ദൈവസ്വരം കേട്ട് ഒന്ന് ഇറങ്ങുവാനോ ദൈവസ്വരം കേട്ട് അത് അനുസരിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് നമ്മുടെ വീഴ്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കാര്യം. ഇവിടെ ഓണാക്കി വെച്ചിട്ട് നമ്മൾ മാർത്തയുടെ കൂട്ട് പല കാര്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നീ ദൈവസ്വരം കേൾക്കല്ല, അവിടെ ദൈവസ്വരം കേൾക്കാതിരിക്കാൻ പിശാച് നിന്നെ കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിന്നെ മറ്റ് പല കാര്യങ്ങളിലെ വ്യാപൃതയാക്കുകയാണ്. അവിടെ സാത്താൻ വിജയിക്കുകയും നീ തോൽക്കുകയും ദൈവം തമ്പുരാൻ വളരെ വേദനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അപ്പൊ ലാസർ ദൈവപുത്രന്റെ സ്വരം കേട്ടില്ലേ? കേൾക്കാതാണ് പുറത്തു വരുന്നത്. കല്ലറയ്ക്കുള്ളിൽ അടക്കിയതാണ്, മരിച്ചു പോയതാണ്, ചീഞ്ഞിട്ടുണ്ട്, നാറ്റം പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവര്. അവിടെ വാതുക്കൽ വന്നിട്ടാണ് ദൈവപുത്രൻ വിളിക്കുന്നത്, ലാസറേ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. ഇതെല്ലാം നമുക്കറിയാം. മരിച്ചവരെ അടക്കാൻ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചുറ്റിക്കെട്ടി മുഖം മറച്ച് പെട്ടിയുടെ അടപ്പ് മേളി വെച്ച് ലോക്ക് ചെയ്തിട്ടാ ഇടുന്നത്. എന്നിട്ട് കല്ലറ അങ്ങ് സ്രാവ് കൊണ്ട് മൂടുക. അവിടെ ചെന്നുകൊണ്ട് കർത്താവ് സ്വരമുയർത്തി പറഞ്ഞ്, ലാസറേ നീ പുറത്തു വരാൻ. കല്ലറയ്ക്കുള്ളിൽ നിന്നും പെട്ടിക്കുള്ളിൽ നിന്നും ലാസർ ജീവനോടെ പുറത്തു വന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, നീ ഏത് കട്ടപ്പെട്ട അവസ്ഥയിലാണേലും, നീ ഏത് രോഗത്തിന്റെ അവസ്ഥയിലാണേലും, നീ ഏത് തകർച്ചയുടെ പടുകുഴിയിലാണേലും, നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കണമെങ്കിൽ ദൈവസ്വരം കേൾക്കണം. കേട്ടാൽ മാത്രമേ അവർ ജീവൻ പ്രാപിക്കത്തുള്ളൂ, നല്ലൊരു ജീവിതം നിനക്ക് കിട്ടത്തുള്ളൂ. വീണ്ടും ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 4-ാം അധ്യായത്തിലെ 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഈ ദൈവസ്വരം കേൾക്കാത്ത വ്യക്തികളെ അവരുടെ ജീവിതം മടുക്കും. ജീവിതത്തിൽ അവർക്കൊരു അനുഭവം ഉണ്ടാകത്തില്ല. പുത്രന്റെ സ്വരം കേട്ട് വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ
നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കർത്താവിലേക്ക് സമർപ്പിച്ച് ഈ വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നീ വിജയം വരിക്കും. നിനക്ക് ജീവിക്കാൻ ദൈവം അനുവദിക്കും. അതുകൊണ്ട് ഇവിടെ എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കത്തില്ല. ആര്? ദൈവസ്വരം കേൾക്കാൻ മടിക്കുന്നവര്, ദൈവസ്വരം കേട്ടിട്ട് അത് ഉള്ളിൽ സംഗ്രഹിക്കാത്തവര്, ദൈവസ്വരം കേട്ടിട്ട് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തവര്, കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയായി. പൗലോസ് പറയുന്നു, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, അവർ മുഖം കണ്ണാടി നോക്കിയിട്ട് മാറിപ്പോകുന്നത് പോലെയാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ടല്ലേ നമുക്ക് പല കാര്യങ്ങൾക്കും നീക്കുപോക്കുകളില്ല. ഒന്നിനു പിന്നാലെ ഓരോ പ്രശ്നങ്ങൾ കടന്നു വരിക. ഉടനെ 6-ാമത്തെ വചനം പറയും, എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്. ഞാനും അത് തന്നെ പറയുകയാണ്. നമ്മുടെ കൂട്ടായ്മയിലെ പല വ്യക്തികളും ദൈവസ്വരം കേൾക്കാനായിട്ട് മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം തുറന്നു വെക്കും. പക്ഷെ ദൈവസ്വരം കേൾക്കുകയല്ല, അവിടെ ഇരുന്ന് മറ്റു പല കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അവരൊരിക്കലും എന്റെ വിശ്രമസ്ഥലത്തേക്ക് പ്രവേശിക്കത്തില്ലെന്നും എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ടെന്നും എന്നിട്ട് പറയാണ്, മുമ്പ് സുവിശേഷം ശ്രവിച്ച ഒരാട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അപ്പൊ ഒരുപാട് പ്രാവശ്യം ഈ വചനപ്രഘോഷത്തിൽ കൂടി താക്കീതും ആജ്ഞാപിക്കുകയും ഒക്കെ ചെയ്തിട്ടും അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ട് അവർ പ്രവേശിച്ചിട്ടില്ല അവരും. അതുകൊണ്ട് 7-ാമത്തെ വചനം പ്രത്യേകമായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വചനമാണ്. അതിനാൽ, അടിവരയിട്ട് പറയാം, അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയ മക്കളെ, അവിടുന്ന് പറയാണ്, അവിടുന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, അല്ല ജോർജ് ബ്രദർ വഴി വീണ്ടും പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ നിങ്ങളെ തരം താഴ്ത്തുകയോ അല്ല. ദൈവത്തിന്റെ പ്രവർത്തനം നിങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നമെന്ന് ഞാൻ അടിവരയിട്ട് പറയുക. ദൈവത്തിന്റെ സ്വരം കേൾക്കണം, അവിടുത്തെ ശബ്ദം കേൾക്കണം, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം, കാതുകളെ തുറക്കണം. ആരെങ്കിലും വാതിൽ തുറക്കാൻ കാതുകളെ തുറന്നു കേൾക്കണം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന്. നിന്റെ ഹൃദയ കവാടം തുറക്കണം. നിന്റെ കണ്ണുകൾ അടഞ്ഞു പോകരുത്, കണ്ണുകൾ തുറക്കണം. നിന്റെ വായ അടഞ്ഞു പോകരുത്, ഇടയ്ക്ക് അല്ലേലിയ പറയണം. അങ്ങനെ ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് കൂടെ അകത്ത് പ്രവേശിക്കുക, അവനോട് കൂടെ ഭക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നിന്റെ വേദനകളിലും നിന്റെ ദുഃഖങ്ങളിലും നിന്റെ രോഗങ്ങളിലും ആശ്വാസം പകർന്നു തന്നുകൊണ്ട് നിന്റെ വേദനകൾ ഏറ്റെടുത്ത് യേശു നിന്നെ സൗഖ്യവും ആശ്വാസവും നൽകി നിന്റെ മുന്നോട്ട് ജീവിക്കാനുള്ള വഴികളെ ദൈവം ഒരുക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു, ഇന്നെങ്കിലും അവന്റെ സ്വരം കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുക. അങ്ങനെ നിങ്ങള് വചനം കേട്ടാൽ യെശയ്യാ പ്രവാചകൻ വഴി പറയുക, 30-ാം അധ്യായം, യെശയ്യാ 30-ാം അധ്യായം 21-ാമത്തെ വചനം പറയുന്നു, നീ വലത്തോട്ടോ നീ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി മകനെ, ഇതാണ് മകളെ വഴി, നീ ഇതിലെ പോ, നിനക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. അവിടുന്ന് നിനക്ക് വഴി കാട്ടും, നിനക്ക് ജീവിക്കാനുള്ള വഴി അവിടുന്ന് കാണിച്ചു തരും. ഗത്യന്തരമില്ലാതെ നിനക്ക് വാതിലെല്ലാം അടഞ്ഞു കിടന്നാൽ നീ ദൈവസ്വരം കേട്ടാൽ ദൈവം പറയും, നീ ഇതിലെ പോ. വലത്തേക്ക് നീക്കി വലയെറിയാൻ പറഞ്ഞപ്പോൾ കിട്ടി, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ വന്നു.
എന്നാൽ ദൈവം തമ്പുരാന്റെ സ്വരം കേട്ടാൽ നീ വഴിതെറ്റിപ്പോകാതെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ പറയും, ഇതാ വഴി, ഇതിലെ പോ, വേറെ എങ്ങോട്ടും നീ പോകണ്ട, ഇതിലെ പോ, ഇവിടെയാണ് നിന്റെ വഴി, ഇതാണ് നിനക്ക് ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത് എന്ന് നിശ്ചയമായിട്ടും നിന്റെ കാതുകളിൽ സ്വരം കേൾക്കും. ദൈവസ്വരം കേൾക്കാനായിട്ട് നീ ഇരുന്നു കൊടുത്താൽ ആ കാതുകളിൽ കേൾക്കും, മോനെ നീ ഇത് ചെയ്യേ, മകളെ നീ ഇന്നടുത്ത് പോവോ, നിനക്ക് അവിടെയാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ദൈവസ്വരം കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ശാന്തതയിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ഈ വചനപ്രഘോഷണം കേട്ടതിന് ശേഷം ദൈവസ്വരം കേൾക്കുവാൻ നിങ്ങളുടെ കാതുകളെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ മനസ്സിനെയും ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു നോക്കിക്കേ. ഈ രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കും, നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടും എന്ന് ദൈവത്തിന്റെ വചനത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് നോക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിലെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലെ അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ആ തിരുവചനങ്ങളെ ഞാനൊന്ന് ഓർത്തു പോകുകയാണ്. 5-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടക്കാം. കാരണം അബ്രഹാം എന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. കണ്ടോ, അബ്രഹാം ദൈവസ്വരം കേട്ടു. ആന്റണി ബ്രദർ അത് പറയുണ്ടായി. അവിടെ കുരുങ്ങി കിടക്കുന്നത് ദൈവ കുഞ്ഞാടായിരുന്നെന്ന് ദൈവം ഒരുക്കി കൊടുത്തയാണ്. പുതിയ നിയമത്തിലെ ദൈവ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അതിന്റെ ഒരു പ്രതീകമായിട്ട് ആന്റണി ബ്രദറെ ഇന്ന് നമ്മളോട് പറയുകയുണ്ടായി. അബ്രഹാം തന്റെ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് ദൈവസ്വരം കേട്ടു. നീ ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് ദൈവസ്വരം കേട്ടു. ആ ദൈവസ്വരം കേൾക്കാൻ അബ്രഹാത്തിന് കഴിവില്ലായിരുന്നെങ്കിൽ പൊന്നോമനക്കുട്ടൻ തുണ്ടം തുണ്ടമായിട്ട് ആ മലമുകളിൽ ഇറച്ചി കഷ്ണമായിട്ട് മാറിയേനെ, തീയിലേത് ചാരമായി മാറിയേനെ. ദൈവസ്വരം കേട്ടു, അബ്രഹാം ദൈവസ്വരം കേട്ടു. അതുകൊണ്ട് ബാലന്റെ മേൽ കൈവച്ചില്ല. നീ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു, അതും ദൈവസ്വരമായിരുന്നു. തിരിഞ്ഞു നോക്കി, അവിടെ ഒരു ആട് ഇതാ മുൾപ്പറപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. നീ അതിനെ എടുത്ത് ബലിയഴിപ്പിക്കാൻ പറഞ്ഞു, അതും കേട്ടു. അബ്രഹാം എല്ലാം കേട്ടു. ദൈവം പറയുന്ന ദൈവസ്വരം കേട്ടത് കൊണ്ട് അബ്രഹാത്തിന് തന്റെ പ്രിയ മകനെ ഞുണ്ണമായിട്ട് കണ്ടിക്കേണ്ടി വന്നില്ല. നമ്മൾ ദൈവസ്വരം കേൾക്കാൻ നമ്മൾ ഇരുന്നു കൊടുക്കാറുണ്ടോ പ്രിയമുള്ളവരെ? വർഷങ്ങളായി വചനം കേൾക്കുന്നുണ്ട്. ദൈവത്തെ ഒന്ന് കാണുവാൻ ദർശനം വഴിയെങ്കിലോ സ്വപ്നം വഴിയെങ്കിലോ ദൈവത്തെ ഒന്ന് കാണുവാൻ നീ പരിശ്രമിച്ചിട്ടുണ്ടോ? ദൈവസ്വരം കേൾക്കാൻ നിന്റെ കാതുകളെ ദൈവത്തെങ്കിലേക്ക് നീ സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ രാത്രി ദൈവം പറയുന്നു, കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈ രാത്രി നീ ദൈവസ്വരം കേൾക്കാൻ നിൽക്കുന്നെങ്കിൽ നിന്റെ മുന്നോട്ടുള്ള ജീവിതം ദൈവം തമ്പുരാൻ പറയും, ഇതാണ് വഴി, ഇത് തിരഞ്ഞെടുക്ക്, ഇതിലെ പോ, നിനക്കൊരു ജീവിതമുണ്ട്. മരിച്ച ലാസർ കേട്ടെങ്കിൽ, അബ്രഹാം ദൈവസ്വരം കേട്ടെങ്കിൽ, അബ്രഹാത്തിന്റെ സന്തതി പരമ്പരയാണ് നമ്മളെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസ്വരം കേൾക്കുവാൻ നമുക്ക് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനം പറയുന്നു, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാമോദിസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. ഒരു സ്വരം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അവിടെയും സ്വരം കേട്ടു. അവിടെ നിന്നിരുന്നവരെല്ലാം സ്വരം കേട്ടു. ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് വെളിപ്പെടുത്തിയത്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവസ്വരം അവിടെയുള്ളവരെല്ലാം കേട്ടു. അങ്ങനെയെങ്കിൽ සියුම්ලවරේ,                                                                                                          '   ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ വീണ്ടും നമ്മൾ കടക്കുമ്പോൾ
27-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനത്തിലേക്ക് പോകുമ്പോൾ യാക്കോബ് പിതാവായ ഇസാക്കിന്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട്, നമുക്കറിയാം ഇസാക്കിന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, അനുഗ്രഹം കൊടുക്കണം. മൂത്ത മകൻ്റെ പറഞ്ഞു, വേട്ടയാടി എനിക്ക് വേട്ടയിറച്ചി കൊണ്ടുവരിക പാകം ചെയ്ത്. നമുക്കറിയാം അത് യാക്കോബിന്റെ അമ്മ കേട്ടു. അമ്മയ്ക്ക് യാക്കോബിനോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് മൂത്ത മകൻ വേട്ടയാടാൻ പോയ സമയത്ത് അമ്മ നല്ലൊരു ആടിനെ കൊന്ന് രുചികരമായിട്ട് തന്റെ ഇളയ മകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അപ്പൻ്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ ഒരു കാര്യം ആ അമ്മ വളരെ ശ്രദ്ധിച്ചു. അപ്പന് കണ്ണു കാണാൻ മേലെങ്കിലും സ്വരം കേൾക്കാൻ പറ്റും. കൈകൊണ്ട് തടവി ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മൂത്ത മകന് രോമം ഉണ്ടായിരുന്നു ഒരുപാട് ശരീരത്തില്. ഈ കൊന്ന ആടിന്റെ രോമങ്ങളെ, ആടിന്റെ മണം വരാനും ആടിന്റെ രോമങ്ങളെ യാക്കോബിന് വെച്ചുകെട്ടി രുചികരമായ ഭക്ഷണം കൊടുത്തയച്ചു. അവിടെയാണ് യാക്കോബ് പിതാവായ ഇസാക്കിന്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് ഇസാക്ക് പറഞ്ഞു, അവിടെ പറയുക, ഇസാക്ക് പറയുക, സ്വരം യാക്കോബിൻ്റെതാണല്ലോ. കണ്ടോ, യാക്കോബിന്റെ സ്വരം ശരിക്കറിയാവുന്ന അപ്പം പറയുക, ഇത് യാക്കോബിന്റെ സ്വരമാണ്. എന്നാൽ കൈകൾ ഏസാവിൻ്റെയുമാണ്. അവിടെ വളരെ കണ്ണ് കാഴ്ചയില്ലാഞ്ഞ കൊണ്ട് ശരീരം ഏശാവിൻ്റെയും സ്വരം യാക്കോബിന്റെയുമാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ കാഴ്ചയില്ലാഞ്ഞ കൊണ്ട് ആളിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവിടെ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുക. അത് കഴിഞ്ഞാണ് ഏസാവ് വന്നത്. ഒറിജിനല് മൂത്ത മകൻ വരുമ്പോഴേ അനുഗ്രഹം യാക്കോബ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസ്വരം കേൾക്കണം. കാഴ്ച വേണമെന്നില്ല, സ്വരം കേൾക്കാൻ സാധിക്കും. ദൈവം നിനക്ക് ഉൾക്കാഴ്ച തരും. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനം നമുക്കറിയാം. 15-ന്റെ 26-ലേക്ക് കടക്കുമ്പോൾ അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവർ അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ഉണ്ടോ, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ, ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ, ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികൾ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നീ തകർന്നവളായിക്കോട്ടെ, രോഗിയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ദൈവസ്വരം കേട്ടാൽ ശ്രദ്ധാപൂർവം ശ്രമിക്കണം. ശ്രമിച്ചാൽ ഈ രാത്രി ദൈവം നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരും. നീ രോഗിയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഇന്ന് കേട്ട വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ഇരിക്കണമെന്ന് 119-ാം സങ്കീർത്തനം സാംസ് 119 അതിന്റെ 148 പറയുന്നു. അവിടുത്തെ വചനത്തെ കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരുന്നു. പ്രിയമുള്ളവരെ, രാത്രിയുടെ യാമങ്ങളിലാണ് ദൈവവചനം കേൾക്കുന്നവര് ദൈവസ്വരം കേൾക്കുവാനായിട്ട് കാത്തിരിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ രണ്ട് കൈയും കാലിനിടയിലോട്ട് വെച്ച് ചുരുണ്ടുകൂടി കിടക്കാനല്ല. ദൈവസ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവര് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരിക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കും എന്ന് ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇന്നലെ കൺവെൻഷനെ പറ്റി ദൈവം തമ്പുരാൻ എന്നോട് സംസാരിച്ചതാണ് അച്ഛൻ ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞു, സാമ്പത്തികമായിട്ട് അച്ഛൻ തകർച്ചകളൊന്നും ഉണ്ടാകത്തില്ല. അച്ഛനത് ഉടൻ തന്നെ പറഞ്ഞു, ഇല്ല ജോർജ് ബ്രദറെ, സാമ്പത്തികമായിട്ട് തകർച്ച ഉണ്ടാകത്തില്ല. സാമ്പത്ത് എല്ലാ രീതിയിലും ആയിക്കഴിയും. ഇനി ബാക്കിയുള്ളത് നമുക്ക് സ്വത്രകാഴ്ചയിൽ കൂടെ കിട്ടും. പിന്നീട് വരുന്ന ആൾക്കാരും വന്നിരിക്കും.
ഈ ഒരു സന്ദേശം രാത്രി യാമങ്ങളിൽ ഇന്നലെ ദൈവം എന്നെ അറിയിച്ചു. ഇന്ന് ഞാൻ അച്ഛനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അച്ഛൻ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. രാത്രി യാമങ്ങളെ ഉണർന്നിരിക്കണം. ദൈവം നിന്നോട് സംസാരിക്കും. നീ പ്രതികൂല സാഹചര്യങ്ങളായിരിക്കുമ്പോൾ, പ്രശ്നങ്ങളിൽ നീറിപ്പുകയുമ്പോൾ, രാത്രി യാമങ്ങളിൽ ദൈവം നിന്റെ അടുത്ത് വരും. ദൈവസ്വരം കേൾക്കാൻ നിന്റെ കാതുകളെ സത്താപുറം ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം, ഹൃദയത്തെയും. അപ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും, നിശ്ചയമായിട്ടും സംസാരിക്കും. ഇന്നൊന്ന് പരീക്ഷിച്ചു നോക്കേ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ, അവിടുന്ന് അവരെ പരീക്ഷിച്ചു, അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നെങ്കിൽ, അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നെങ്കിൽ, ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും, അതായത് ഒരു പ്രശ്നവും നിനക്കുണ്ടാകത്തില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഈ രാത്രിയില് ദൈവം തന്ന ഈ വചനത്തെ കുറിച്ച് ധ്യാനിക്കാനായിട്ട് രാത്രി യാമങ്ങളിൽ നിന്ന് ഉണർന്നിരുത്. എത്രയോ പ്രാവശ്യം, എത്രയോ രാത്രികളെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ദൈവസ്വരം കേൾക്കാനായിട്ട് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും ഹൃദയത്തെയും ശരീരത്തെയും മനസ്സിനെയും ദൈവത്തെങ്കിലേക്ക് നീ രാത്രി, ഇന്ന് ഞാൻ പറയുന്ന ഈ വചനം ഇടമലം തിരിയാതെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ സമർപ്പിച്ചാൽ നിശ്ചയമായിട്ടും അനുഗ്രഹം പ്രാപിക്കുമെന്ന് നിയമാവർത്തനം Deuteronomy chapter 28 verse 15 അവിടെ വ്യക്തമായിട്ട് പറയുക, എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപങ്ങളെല്ലാം വരും. എന്നാൽ അവിടെ 14-ാമത്തെ വചനം പറയുന്നു, ഞാൻ ഇന്ന് നീ കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടമലം വ്യതിചലിക്കരുത്. ഇടമലം വ്യതിചലിക്കരുത്. മൊബൈലിന്റെ പറയുന്നോ അല്ല മറ്റു പല കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഓർത്ത് കിടക്കാതെ, അതുകൊണ്ട് അന്യദേവന്മാരെ അനുഗമിക്കുക, സേവിക്കരുത്. ഇടമലം തിരിയരുത്. ഇന്ന് ഞാൻ പറയുന്ന കൽപ്പനകളിൽ നിന്ന് ഇടമലം തിരിയാതെ ദൈവസ്വരം കേൾക്കുവാൻ തീർച്ചയായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇല്ലെങ്കിൽ കർത്താവ് പറയാണ്, താഴെ പറയുന്ന ശാപങ്ങളൊക്കെ നിന്റെ മേൽ വരുമെന്ന്. വീണ്ടും സങ്കീർത്തനം 29-ന്റെ 4-ാമത്തെ വചനം പറയുന്നു. അവിടെ നമ്മൾ നോക്കണം. 29-ന്റെ 4, കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. ആ സ്വരം കേൾക്കാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. പ്രിയമുള്ളവരെ, ഇനി ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നെങ്കിലും അവന്റെ സ്വരം കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 6-7 തിരുവചനം പഠിപ്പിക്കുന്നെങ്കിൽ, ഇന്നെങ്കിലും അവന്റെ സ്വരം കേൾക്കാൻ ഇന്നത്തെ രാത്രി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയില് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഹൃദയത്തെ കേട്ടിരിക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവസ്വരം കേൾക്കാൻ ആ കാതുകൾ തന്നെ ദൈവത്തിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് രാത്രിയുടെ യാമത്തിൽ ഒന്ന് ഇരുന്ന് നോക്കാൻ സങ്കീർത്തനം 119-148 പറയുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരർത്ഥമുണ്ട്. നിന്റെ ജീവിതത്തിന് ദൈവം ഒരു വഴി കാട്ടും. നീ ദൈവസ്വരം കേൾക്കാനിരുന്നാൽ, അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ശാപങ്ങളൊക്കെ നിന്റെ മേൽ വരും എന്ന് പറഞ്ഞത് സത്യമാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ഇന്ന് കേട്ട വചനത്തിനനുസരിച്ച് ഞാനും നിങ്ങളും പ്രവർത്തിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നത് നമുക്ക് അത്ഭുതമായിരിക്കും. സന്തോഷവും സമാധാനം നമ്മളെ അനുഭവിക്കും. ഒന്നും നിനക്ക് കുറവുണ്ടാകില്ല. നിന്റെ മക്കള് ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ആയതിനാൽ ഈ വചനത്താൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.